രണ്ടാമത്തെ വർക്ക്ഷീറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. രണ്ടാമത്തെ വർക്ക്ഷീറ്റിൽ പ്രധാനമായും 4 ചോദ്യങ്ങളാണുള്ളത്. ഏതാനും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അതിവിടെ ചർച്ച ചെയ്യുന്നില്ല. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ കാണും. അതിൻ്റെ ആൻസർ കീയിലുണ്ടാവും. ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിലാദ്യത്തെ ചോദ്യം ഇതാണ്. ആദ്യത്തെ ചോദ്യം. ഓക്കെ, ഇൻ ദ ഫിഗർ OPA is equal to 40 degree. OPA is equal to 40 degree. കൃത്യമായിട്ട് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. OP is equal to 18 centimeter. Then what is the measure of angle AOP? AOP എത്രയാണെന്ന്, AOP എത്രയാണ്? അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ദിസ് ആംഗിൾ, ദിസ് ഇസ് 90 degree. This is 90 degree angle. Okay. This is 40 degree. Therefore angle, ആദ്യത്തെ ഉത്തരം നമുക്ക് ഇങ്ങനെ എഴുതാം. ആംഗിൾ A. ആംഗിൾ AOP is equal to ഈ 2 ആംഗിളുകൾ കൂട്ടിയാൽ 90 ആണല്ലോ. കാരണം ഇത് 90 ആണ്. ടോട്ടൽ ആംഗിൾ 180 degree. Therefore sum of the acute angles of the right triangle is 90 degree. One acute angle is 90 and other is 90 minus 40, that is equal to 50 degree. Okay. What is the radius of the circle? അതാണ് അടുത്ത ചോദ്യം. What is the radius of the circle? സർക്കിളിൻ്റെ റേഡിയസ് ഇതാണ് R എന്ന് പറയുന്നത്. This is the radius of the circle. What is the length of the tangent? അത് നമുക്ക് L എന്ന് പറയാം. ഓക്കെ, ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ 40 ഡിഗ്രി ആണ്. സൈൻ 40, കോസ് 40 ഡിഗ്രി, ടാൻ 40 ഡിഗ്രി, 3 കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇവിടെ നമുക്ക് പറയാം സൈൻ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു സൈൻ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു OA ബൈ OP. ദാറ്റ് ഈസ് ഈക്വൽ ടു OA ബൈ 18. അപ്പം അങ്ങനെയാണെങ്കിൽ OA is equal to 18 into sin 40 എഴുതാം. 18 into sin 40. Sin 40 is 0.6428. അത് നമുക്ക് ഇതുപോലെ എഴുതി തീർക്കാം. 11.57 സെൻറ്റിമീറ്റർ 2 പ്ലേസിന് കറക്റ്റാക്കി എഴുതിയിരിക്കുകയാണ്. See, what is the length of the tangent? Tangent എന്ന് പറയുമ്പോൾ 40 ഡിഗ്രിയുടെ adjacent side ആണ്. Tangent PA is the adjacent side of this 40 degree. Therefore we take cos 40 degree is equal to PA by 18. Cos, therefore PA is equal to 18 into cos 40. That is equal to 0.7660 into 18, that is equal to 13.78 സെൻറ്റിമീറ്റർ. ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും. ഇതാണ് ആദ്യത്തെ ഈ വർക്ക്ഷീറ്റിലെ ആദ്യത്തെ ചോദ്യം. ഓക്കെ, ആ പ്രശ്നം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്കൊന്ന് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, ഇൻ ദ ഫിഗർ POB is equal to 120 degree. POB is equal to 120 degree. OP is equal to 24 centimeter. What is the diameter of the circle? ഇതാണ് നമ്മുടെ ചോദ്യം. AB is the diameter of the circle. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ 2-3 ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, what are the angles of, first question ഇതാണ്, what are the angles of triangle POA? POAയുടെ ആംഗിൾസ് ഏതൊക്കെയാണെന്ന് ആൻസർ നമുക്ക് ഇവിടെ തന്നെ എഴുതാം അല്ലേ. POA, this is 120 degree. Therefore this angle will be, ടോട്ടൽ ആംഗിൾ ഈ കാണുന്ന മുഴുവനും 180 ആണ്, ലീനിയർ പെയർ.
angle POA is equal to 180 minus 120, that is equal to 60 degree. Okay. Angle PAO is equal to 90 degree. Tangent is perpendicular to the radius in the concept. Angle APO is equal to ഇത് 60 ആണ്. Therefore this will be 30 degree. But this is a 30, 60, 90 triangle. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ? അതായത് ഒ ബി എത്രയാണെന്ന്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഈ നീളം കണ്ടുപിടിക്കണം അല്ലേ? ഓക്കെ, റേഡിയസ് കണ്ടുപിടിക്കണം. ഇത് 60 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്, ദിസ് ഈസ് 30 ഡിഗ്രി. Side opposite to 90 degree is 24. Therefore, side opposite to 30 degree is 12. Radius is equal to 12. Therefore, AB is equal to 24 centimeter എന്ന് പറയാനായിട്ട് സാധിക്കും. സി, അടുത്ത ചോദ്യം, അപ്പോൾ ബി എന്തായിരുന്നു? ബി, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഡയമീറ്റർ? വാട്ട് ഈസ് ദ ഡയമീറ്റർ of the circle? 30, 60, 90 പ്രത്യേകതയാണ് ഇവിടെ ഉപയോഗിച്ചത്. സി, what is the length of the tangent? What is the length of the tangent? Length of the tangent. ഇവിടെയും 30, 60, 90 പ്രോപ്പർട്ടി ഉപയോഗിക്കുക. സൈഡ് ഓപ്പോസിറ്റ് ടു 30 ഡിഗ്രി, സൈഡ് ഓപ്പോസിറ്റ് ടു 30 degree is 12. Therefore, side opposite to 60 degree is 12 root 3. ഇത് 12 root 3 ആണ്, ഇത് 12 root 3 ആണ്. Therefore, length of tangent is 12 root 3. അങ്ങനെ എഴുതാം. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത്. ഓക്കെ, ദ ലെങ്ത് ഓഫ് ടാൻജന്റ് ഡ്രോൺ ഫ്രം എ പോയിന്റ് അറ്റ് ദ ഡിസ്റ്റൻസ് 8 centimeter ഫ്രം ദ സർക്കിൾ, സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് 4 centimeter. ഓക്കെ, അതായത് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് 8 centimeter അകലെയുള്ള ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരക്കുന്ന ടാൻജന്റിൻ്റെ ലെങ്ത് 4 ആണ്. The length of tangent drawn from a point at the distance 8 centimeter from the center of the center, 8 centimeter from the center to the circle is 4 centimeter. Construct the tangent. അപ്പോൾ ആ കൺസ്ട്രക്ഷൻ നന്നായിട്ട് മനസ്സിലാക്കുക. അതായത് ഇങ്ങനെയാണ് ആ കൺസ്ട്രക്ഷൻ വരുന്നത്. ആദ്യം തന്നെ സർക്കിൾ വരക്കാൻ നമുക്ക് സാധിക്കില്ല, കാരണം സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് അറിയില്ല. ഇവിടെ അറിയാവുന്നത് ടാൻജൻറ്റിൻ്റെ ലെങ്ത് ഓഫ് ടാൻജൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ടു ദ ടാൻജൻറ്റ്, ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ടു ദ ഔട്ടർ പോയിൻ്റ്. ഇങ്ങനെ ഒരു റഫായിട്ടൊരു ഫിഗർ വരക്കണമെങ്കിൽ ഇതൊരു സർക്കിളാണ്, ഇങ്ങനെയായിരിക്കും അവസാന ഫിഗർ വരുന്നത്. ഇതൊരു ടാൻജൻറ്റ്, ഇത് സെൻറ്റർ. ടാൻജൻറ്റിൻ്റെ ലെങ്ത്ത് 4 ആണ്, ഈ ഡിസ്റ്റൻസ് 8 ആണ്. ഇതാണ് വരയ്ക്കേണ്ടത്. അപ്പം നമുക്ക് ആദ്യം തന്നെ 4 centimeter ലെങ്ത്തുള്ള ഒരു ലൈൻ വരക്കുക എന്നുള്ളതാണ് ചെയ്യാവുന്നത്. 4 centimeter ലെങ്ത്തുള്ള ഒരു ലൈൻ വരക്കുന്നു. നമ്മൾ റഫായിട്ട് വരയ്ക്കുകയാണ്. 4 centimeter ലെങ്ത്തുള്ള ലൈൻ വരക്കുന്നു. ഈ പോയിന്റിൽ നിന്ന് ആ ലൈനിനൊരു പെർപെൻഡിക്കുലർ വരക്കുന്നു. ദിസ് ഈസ് എ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് ലൈൻ. ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ നമ്മളിങ്ങനെ പ്രൊട്രാക്ടർ ഉപയോഗിച്ചോ കോമ്പസ് ഉപയോഗിച്ചോ ഒരു പെർപെൻഡിക്കുലർ വരക്കുന്നു. ഓക്കെ, ഇതാണ് ആ ലൈൻ. ടാൻജൻറ്റിൻ്റെ ലെങ്ത് അതാണ്, ടാൻജൻറ്റ് ഇതാണ്. ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ വരക്കുന്നു. ഓക്കെ, ആ ഇവിടെ നിന്ന് 8 centimeter ലെങ്ത്തുള്ള ഒരു റേഡിയസ് ഉള്ള ഒരു ആർക്ക് കട്ട് ചെയ്യുന്നു. കണ്ടോ, ഇതാണ് എക്സ്റ്റേണൽ പോയിന്റ് പി.
എക്സ്റ്റേണൽ പോയിൻ്റ് പി. ഇവിടെ നിന്നൊരു 8 ആണ് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം. ഇപ്പോൾ 8 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു ആർക്ക് കട്ട് ചെയ്താൽ ഓക്കെ, ഇവിടെ നമുക്കൊരു പോയിൻ്റ് കിട്ടും. ദാറ്റ് പോയിൻ്റ് വിൽ ബി ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ദെൻ ഫൈനലി വി ക്യാൻ ഡ്രോ എ സർക്കിൾ ഹിയർ. സർക്കിൾ വിത്ത് സെൻറ്റർ ഈസ് ഹിയർ and this distance will be the radius. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ട് എടുത്തിട്ട് നമ്മളൊരു സർക്കിൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ദാറ്റ് സർക്കിൾ വിൽ ബി ദ ടാൻജൻറ്റ്. കൃത്യമായിട്ടത് വരച്ചു കഴിഞ്ഞാൽ കിട്ടുമത്. ഇപ്പോൾ നമ്മുടെ എല്ലാ കണ്ടീഷൻസും അനുസരിക്കുന്ന ഒരു ടാൻജൻ്റായിട്ട് നമുക്കിത് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. അല്ലാതെ ആദ്യം തന്നെ നമുക്ക് ടാൻജൻറ്റ് വരക്കാനായിട്ട് സാധിക്കില്ല. ദിസ് വിൽ ബി ദ ടാൻജൻറ്റ്. ഓക്കെ, ഡിസ്റ്റൻസ് ആൻഡ് ദിസ് ഈസ് ദ റേഡിയസ്. ഓക്കെ, ഇങ്ങനെയാണ് കൺസ്ട്രക്ഷൻ. ടാൻജൻറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് എന്ന കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ കൃത്യമായി ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നാലാമത്തെ ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇൻ ദ ഫിഗർ പി എ ഈസ് ടാൻജൻറ്റ് അറ്റ് 12 സെൻറ്റിമീറ്റർ ഓഫ് ലെങ്ത്. പി എ 12 ആണ്, പി ബി ഈസ് ഈക്വൽ ടു 8. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണത്. പി എ ഈസ് ഈക്വൽ ടു 12, PB is equal to 8, and what is the radius of the circle? നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. ദിസ് ഈസ് ആർ. ഇവിടെ ഒരു കണ്ടീഷൻ ഉള്ളത്, ഇൻ ദ ഫിഗർ പി എ ഈസ് 12 സെൻറ്റിമീറ്റർ, പി ബി ഈസ് ഈക്വൽ ടു 8. ഇവിടെ നിന്ന് ഇവിടത്തോളമാണ് ആ 8. വ്യത്യാസം അതാണ്, ആ പ്രോബ്ലത്തിൻ്റെ ഒരു ഡിഫറൻസ് അതാണ്. ഒ പി അല്ല, പി മുതൽ ബി വരെയുള്ള ഈ ഡിസ്റ്റൻസാണ് 8 എന്ന് പറയുന്നത്. ഇത് റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ആർ ഇവിടെ ആർ റേഡിയസ് 12 സെൻറ്റിമീറ്റർ ആൻഡ് ആർ പ്ലസ് 8 ആർ ദ sides of right triangle OAP. ഇവിടെ നമുക്ക് ആർ സ്ക്വയർ പ്ലസ് 12 സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു ആർ പ്ലസ് 8 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആർ സ്ക്വയർ പ്ലസ് 16r ഇസ് ഈക്വൽ ടു 64 എന്ന് കിട്ടുന്നു. ആർ സ്ക്വയർ പ്ലസ് 16r പ്ലസ് 64 ആർ സ്ക്വയർ പ്ലസ് 16r പ്ലസ് 64 ഇസ് ഈക്വൽ ടു, ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആർ സ്ക്വയർ പ്ലസ് 144 എന്ന് വരുന്നു. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആർ സ്ക്വയർ പ്ലസ് 16r പ്ലസ് 64 ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് 144. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് സൈഡിൽ നിന്നും ആർ സ്ക്വയർ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ 16r ഇസ് ഈക്വൽ ടു 144 മൈനസ് 64. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി നേച്ചർ ഇതിനകത്ത് വരുന്നില്ല, ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ 16r ഇസ് ഈക്വൽ ടു 80. therefore r is equal to 80 by 16, that is equal to 5. തുടക്കത്തിൽ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഫോർമേഷൻ പോലെ തോന്നും. r is equal to 5 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇതാണ് നാലാമത്തെ ചോദ്യം. റേഡിയസ് ഓഫ് ദ സർക്കിൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്.